അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. വേണ്ട വേണ്ട, ഫോട്ടോ അല്ലേ, വീഡിയോ. സ്ഥലമല്ലേ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇരിക്കാൻ. അതെ അതെ, ഇവിടെ ഒരു 4:30 വല്ല എന്നാലേ നമുക്ക് അധികം സമയം കിട്ടില്ല. നമ്മളിപ്പോൾ വന്ന സമയം കറക്റ്റാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ വീട് അടിപൊളിയാണ്. മറ്റേ വീഡിയോ അടി എന്നാ സ്ഥാനത്തിൻ്റെ വീഡിയോ എടുക്കണ്ടേ? ആ എടുത്ത് കളഞ്ഞാ. നമ്മുടെ തല ഉണ്ടല്ലോ ഓൾറെഡി പറഞ്ഞു. ആ ഇഷ്ടം പോലെ ആൾക്കാർ ചൂണ്ടിടാൻ. Okay, thank you. അയ്യോ, അധികം മണ്ണയില്ലെന്ന് തോന്നുന്നു. ചല്ല് നോക്കട്ടെ. അടുത്തോ അത് വരില്ലോ കേട്ടോ. അത് വരില്ലടാ, വേറെ തരാം. എന്നാ ഇല്ലെന്നേ. നീ ബുന്ന് പറ. ഇരുട്ടായി തുടങ്ങിയില്ലേ? ഇരുട്ടായി തുടങ്ങിയല്ലേ? ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്നാ
പിന്നെ എന്നാ പുതിയ പരിപാടി? ഒരു ഉമ്മ ചോദിക്കണ്ടേ? എല്ലാടും ഉമ്മ ചോദിച്ചു. ഉണ്ണി അതാ അവിടെ നിൽക്കണം കൊച്ചിനെ. അവര് സൈലന്റ് ആണ്. അവൻ അതിൻ്റെ അകത്ത് കാണാമല്ലോ അവൻ കളിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു കുഞ്ഞു വീടുണ്ടെന്ന് തോന്നുന്നില്ലേ? സാരല്ല പക്ഷേ ആറാം വണ്ടി എവിടെ കയറിയിരിക്കണേ? വെള്ളത്തിന്റെ അടിയിൽ പൊക്കോ, അത് ഞങ്ങളുടെ വണ്ടിയാണ്. പൂച്ചയോട് അവൻ അടുത്ത വണ്ടി കയറി പോയി. ഇവിടെ നീ ഓടിച്ചില്ലേ പൂച്ചനെ? നമ്മള് വന്നപ്പോ പോയാ തിരിച്ചു വന്നേ. മമ്മി എന്നാ പറഞ്ഞേ? ആ ഇതല്ലേ? അങ്ങോട്ട് പോയായിരുന്നോ പോലെ? പോക്കോ, വണ്ടി നോക്കി ക്രോസ് ചെയ്തോ. അതൊക്കെ ഞാൻ എടുത്തോളാം. ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ. ആരെല്ലാം ഉണ്ണിനെ പോവാ? അതെ അണീച്ചോളാം ആവട്ടെ, എന്നിട്ട് മേടിക്കാം. പോക്കോ. തോണി ഒറ്റയ്ക്ക് പോവാണോ? ഒതുക്കി നിർത്താനാ. അതെന്നാ ഒരു സൗണ്ട് കേൾക്കണേ? വണ്ടിയുടെ അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ആയിരിക്കും അല്ലേ? ഓക്കെ ബൈ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നു തുടങ്ങിയതാ. കയറിക്കോ, പൊക്കോ 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 പൊക്കോ. അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. അവിടെ ഇരുന്നാല് പോലീസ് പിടിക്കും നമ്മളെ. പിന്നെ ഒരാളെ വെച്ചോണ്ട് വണ്ടി പിടിക്കാൻ പറ്റത്തില്ല. ബൈ ബൈ കൊടുക്കണം. എനിക്ക് പോകണം. നമുക്ക് ചേട്ടന്മാർക്ക് കയറ്റുള്ളത്. നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഇത് ഇത്ര പണിതിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ വണ്ടി താഴെയായിരുന്നു ഈ സൈഡിൽ.
അമ്പലത്തിൽ പൂക്കളില്ലേ, മഞ്ഞപ്പൂക്കള്, ആ അത് വേറെ പാടമായിരുന്നു. കുറച്ച് പോയിട്ടുണ്ടോ അവ നമ്മള്? നമ്മള് താറാവിനെ കാണാൻ വന്നിട്ടില്ല. ആ അത് ഈ റോഡാണല്ലേ? ശരിയാ. ആ കറക്റ്റ്. ആദ്യം വന്നത് നമ്മൾ ഇതിന് ഈ ബണ്ട് റോഡിൽ കൂടെ നമ്മള്. താറാവ് പോയുണ്ട് കേട്ടോ. നേരെ നമ്മൾ ഹൈസ്കൂളിലെ നല്ല ആകാശം. ഹൈസ്കൂളിലെ മാഞ്ഞൂര് ഹൈസ്കൂൾ. കാട്ടമ്പ ഹൈസ്കൂളിൽ ഈ ഷാപ്പിൽ നിന്ന് ഞങ്ങള് നല്ല അപ്പവും കരളും കഴിച്ചിട്ടുണ്ട്. കരള് കാണും ഇവിടെ എപ്പോഴും. കാണാം. 500 രൂപ കരള് കിട്ടി. ഞാൻ വരുമോ? പാത്രം എടുത്ത് മാറ്റി അവൻ ഒറ്റയ്ക്ക് തിന്നാല്ലേ? ആ അതെ അതെ, അത് സൂപ്പർ സാധനം കേട്ടോ. അത് താഴത്തേക്ക് വലിച്ചു പോയി. 7500 രൂപ അല്ലേ? കാറയിലാണോ പോസ്റ്റ് കൊണ്ട് കൊടുക്കണേ? ഓ ഹൈടെക്. പൂർണ്ണക്കാരിയാ? അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഇവിടുത്തെ ശമ്പളം വെള്ളം അടിക്കാനേ തയ്യുള്ളായിരിക്കുമല്ലോ. അയ്യോ ഉണ്ണി ഞങ്ങൾക്ക് തരുവാടാ. ചന്ദ്രനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അല്ല വിളിച്ചിട്ടുണ്ട് അച്ഛൻ. പക്ഷെ അവനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അവന് കൊല്ലണം. നല്ല എരിവുള്ള കപ്പയും മിച്ചയ്യോ എൻ്റെ അവസ്ഥയിൽ. അതെ അമ്മൂമ്മ കൊണ്ടുവന്ന കാര്യം തന്നെ പറഞ്ഞത്. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? അവിടെ പാലത്തിന്റെ അവിടെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം. നല്ല രസമാണ്. നല്ല രസമാണ്. ഒരു അമ്മ ചായ ഉണ്ടാക്കി. നമ്മുടെ അകത്തല്ല എന്ത് വേണ്ടേ? ഇത് ചായ കുടിക്കാനോ? ചായ എടുക്കാനാ? വെള്ളം എല്ലാം ഉണ്ണി അതെടുക്കില്ല. എടാ പൊട്ടും പൊട്ടും പൊട്ടും. അത് പൊട്ടും. എന്റെ അമ്മ ഒന്ന് പറയും. ഭയങ്കര അലമ്പായി വരുവാന്ന്. എല്ലാത്തിനും വെള്ളം കുടിക്കണോ കുഞ്ഞിനെ? അതിന് വെള്ളം കൊടുക്ക്. ഇത് മറ്റേ കൂടെ തൈലാണോ? ഇത് എവിടെ നിന്ന് കിട്ടി? അതെ ഇത് കൊള്ളാലോ. ആ തേയില ഇച്ചിരി രുചിക്ക് വേണ്ടിട്ട് ഞാൻ ഇടുന്നു. ഓ അത് ശരി. വിക്ക് ഇത് അവള് മോള് വന്നപ്പോ കൊണ്ടുവന്നാണോ? ഞാനിങ്ങനെ സ്റ്റോക്ക് വെച്ചിരുന്നു. ശരി ശരി. ഇടയ്ക്ക് ഇങ്ങനെ ഞാനത് കുടിച്ചു പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേനാ തീർക്കട്ടെ. അതെ അതെ. ഇത് കൊള്ളാം. അപ്പൊ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മറ്റേ കൂടുതൽ ചേർക്കും അല്ലേ? ആരുടെ ട്രെയിൻ യാത്ര? അതെന്റെയാ? അല്ല ആരെന്ത് പറഞ്ഞാലും അവസാനം അടി അപ്പു. അത് തീർന്നേനാണ് അടിച്ചത്. അല്ല പപ്പയാണോ തിന്നത്? അമ്മൂണിയാണോ? എന്ത് പണിയാണ് ആ കുരുങ്ങിന്റെ ആ പാവം കൊച്ചിന്റെ ഭക്ഷണം പോയിക്കോല്ലോ. എല്ലാത്തിനും ഓടിക്കണം. അത് ശരി. നമ്മളെ പാത്രത്തിൽ കൈയിട്ട് വരും അല്ലേ?
200%. ആ അത് തന്നെ. കിട്ടിയില്ലേ? ഞങ്ങളൊരു മാറ്റി മേടിച്ചത് പെട്ടെന്ന് പോയി. അത് പെട്ടെന്ന് പോകാൻ ഈ നമ്മുടെ ഹിറ്റില്ലേ, ഹിറ്റ്, നമ്മുടെ കൊതുകിനൊക്കെ അടിക്കുന്ന സ്പ്രേ ഉള്ള ഹിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയില്ലേ, അവർക്കൊരു ബാറ്റുണ്ട്. ആ സാധനം അത്യാവശ്യം കുറെ കാലം നിൽക്കും. ആ ഞങ്ങൾ പത്തനംതിട്ടയിലെ ചാച്ചനും അമ്മയ്ക്കും മേടിച്ചത് 1 വർഷം മേളിൽ നിന്നായിരുന്നു. അതിന് വില കുറവാ, 600 രൂപ ഉള്ളൂ. ആ ഞാൻ മേടിച്ചത് 3-4 മാസം കൊണ്ട് പോയായിരുന്നു. ഇനി മേടിക്കുമ്പോൾ ഹിറ്റിന്റെ മേടിച്ചാൽ മതിയേ. ആ ഹിറ്റ് ഓൺലൈൻ കാണും. സാധനോട് ഓൺലൈൻ മേടിച്ച് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞാൽ മതി. ഇല്ലില്ല, 650 രൂപ ഉണ്ടായിരുന്നുള്ളന്ന്. 650 രൂപ ഉണ്ടായിരുന്നത്. എത്ര? 225. അപ്പം വ്യത്യാസമുണ്ട്. പക്ഷെ 650 രൂപയ്ക്ക് മുതൽ സാധനം. നീ എങ്ങനെയാ ഈ എരിവ് മുഴുവൻ തിന്നണേ? എന്താ പ്രശ്നം? കാര്യത്തിലെന്താ പ്രശ്നം? പിന്നെ